ഹലോ ട്രേഡേഴ്സ്. നമുക്ക് പ്രീ ഓപ്പണിൽ ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്നത് 51,546 ആണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ അത് ഇന്നലത്തെ ക്ലോസിനേക്കാൾ ഒരു 200 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പാണ്. നമുക്ക് ഇനിയും ഓപ്ഷൻ ചാർട്ട്സ് ആഡ് ചെയ്യാം. ടോട്ടൽ 3 ചാർട്ട്സ് ആണ്. ഏറ്റവും ലെഫ്റ്റിൽ കാണുന്നത് സ്പോട്ട് ചാർട്ടാണ്, ബാങ്ക് നിഫ്റ്റി സ്പോട്ട്. രണ്ടാമത് പുട്ട് ഓപ്ഷനാണ്, മൂന്നാമത് കോൾ ഓപ്ഷൻ. സോ നമുക്ക് ട്രേഡ് ഏതിലാണ് കിട്ടുന്നതെന്ന് അറിയില്ല. സോ എല്ലാ ചാർട്ടും റെഡി ആയിട്ട് വെച്ചിരിക്കുക. കാരണം വോളറ്റിലിറ്റി കാരണം ചിലപ്പോൾ ട്രേഡ് മിസ്സായെന്ന് വരാം. അപ്പം നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ ഇൻ ദ മണിയിൽ ആയിരിക്കും നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 51,500 എന്ന് പറയുമ്പോൾ ഒരു 2 സ്ട്രൈക്സ് ഇൻ ദ മണി, അതായത് 51,700 പുട്ടും 51,300 കോളും. അപ്പോൾ അത് റെഡിയാക്കി വെക്കാം. ഏത് ഡയറക്ഷനിലാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ആകുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ടോട്ടൽ 900 ക്വാണ്ടിറ്റീസ് ആണ്. സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം 900 ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 5.5 lakhs ക്യാപിറ്റൽ വേണ്ടി വരും. മാർക്കറ്റ് ഓപ്പൺ ആയി. താഴെ 51,350 ഒരു സപ്പോർട്ട് ഉണ്ട്. അവിടെ നിന്ന് ബൗൺസ് ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം 1 minute ചാർട്ടാണ്. സ്പോട്ട് മാത്രം 5 minutes ആണ്. ഓപ്ഷൻ ചാർട്ട്സ് എല്ലാം 1 minute ചാർട്ടാണ്. ഇപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ബൗൺസ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ട്രേഡ് കിട്ടുമോ എന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പൊ സമയം 9:27. മാർക്കറ്റ് ഒരു നല്ല മൂവ്മെന്റ് അപ്സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ട്രേഡ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു സ്വിംഗ് ലോ ഉണ്ട്, അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല മൂവ്മെന്റ് ഫുഡ് സൈഡിലോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്നാലും ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം, ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം. ആ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ താഴോട്ടൊരു നല്ലൊരു മൂവ്മെന്റ് കിട്ടും. പുട്ട് ഓപ്ഷനിൽ നല്ലൊരു മൂവ്മെന്റും കിട്ടും. ഇപ്പം ഒരു 480 അടുത്താണ്, 484 സ്വിംഗ് ലോ ഉള്ളത്. അപ്പം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇൻഡെക്സ് റിജക്ഷൻ, ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് റിജക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് റിജക്ഷൻ എടുക്കുന്നത്. എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്യാം. എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗണിനുള്ള ചാൻസ് കാണുന്നില്ല, ബ്രേക്ക് ഔട്ടാണ്. ഇൻഡെക്സ് ഡേ ഹൈയുടെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ എന്തായാലും എക്സിക്യൂട്ട് ആവില്ല. ഇത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. തൽക്കാലം ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പം ഈ ഓർഡർ വെച്ചിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ക്ലോസ് ചെയ്യുന്നു. ഇപ്പം സമയം 10:08 ആണ്. പിന്നെയും സപ്പോർട്ട് ഏരിയയിലേക്ക് ഇൻഡെക്സ് വരികയാണ്. ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു 360 ലെവലിൽ ഒരു പുട്ട് ട്രേഡ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സ്കാൽപ്പ് ട്രേഡ് ആയതുകൊണ്ട് ഒരു 20-25 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ട്രേഡ് എക്സിക്യൂട്ട് ആവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ബ്രേക്ക് ഔട്ടിനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇനിയും ഈ ഓർഡറും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം എക്സിക്യൂട്ട് ആകാനുള്ള ചാൻസ് ഇല്ല. ഒരു സ്വിങ് ഹൈ ഫോം ചെയ്തിരുന്നു അറൗണ്ട് 51,850. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേ ഹൈ 51,950 ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോൾ സൈഡിലൊരു ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. 51,600 കോൾ ഓപ്ഷനിൽ ഒരു 440 റുപ്പീസിന് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച പോലൊരു സ്ട്രെങ്ത് കാണുന്നില്ല മാർക്കറ്റിൽ. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വേറൊരു ക്യാനിലൂടെ, ഒരു ഫോളോ അപ്പ് ക്യാനിലൂടെ കിട്ടേണ്ടതാണ്, ബട്ട് അത് കാണുന്നില്ല. എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് 421, ഒരു 20% സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. 440ക്കാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ 420 അല്ലെങ്കിൽ 421 അതിനടുത്തായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ട്രേഡ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ട്രേഡ് ക്ലോസ് ചെയ്യും. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ റെസിസ്റ്റൻസിൽ നിന്ന് പിന്നെയും റിജക്ഷൻ എടുത്തിരിക്കുകയാണ്. തൽക്കാലം ഇപ്പോൾ ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ പിന്നെയും റിജക്റ്റ് ആയത്. മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ സ്ട്രെങ്ത് കാണുന്നില്ല. ട്രേഡ് ഒന്നീ ചെറിയ ലോസിലോ അല്ലെ ചെറിയ പ്രോഫിറ്റിലോ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു 20-25 പോയിന്റ്സ് കിട്ടുമെന്നായിരുന്നു, പക്ഷേ അത് മാർക്കറ്റ് മൂവ്മെന്റ് കണ്ടിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, ഒരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 15,000 വരെ പോയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എക്സിറ്റ് ചെയ്തപ്പം 15,000 കിട്ടിയെന്ന്. നോക്കാം, വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പം സമയം 11:13 ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് പിന്നെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് 1 മിനിറ്റ് ചാർട്ടിൽ. അപ്പോൾ അത് ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 51,900 ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫോർ 500 rupees. സോ പ്രൈസ് 500 ആകുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. അതിൻ്റെ കൂടെ തന്നെ സ്പോട്ടിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
സോ നിഫ്റ്റി ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയി. ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തിയേക്കും. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രേഡാണ് എക്സിക്യൂട്ട് ആയത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ, സോ ആദ്യത്തെ ട്രേഡ് നമ്മളെടുത്ത് ഒരു 9,000, അറൗണ്ട് 9,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ക്ലോസ്ഡ് പൊസിഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. 9,000 ആദ്യത്തെ ട്രേഡ്, രണ്ടാമത്തെ ട്രേഡ് 17,268. സോ ടോട്ടൽ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 26,405. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇന്നത്തെ ഇനിയിപ്പോൾ ട്രേഡ് ചെയ്ത് ഓവർ ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്.